ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 32 ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഡ്രോ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇതിന് വേണ്ടി കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം. നമ്മൾ MSSന്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം അപ്സൈഡിലേക്ക് പോയിട്ട് വീണ്ടും റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു എൻട്രി ടൈപ്പാണ്. ഈ ഒരു എൻട്രി ടൈപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു PDR ഒരു ലിക്വിഡിറ്റി സ്വീപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഈ ഒരു സ്വിങ്ങിന്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും അപ്സൈഡിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടാകുക. ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ MSS ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കോ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, മറ്റൊരു ടൈപ്പ് എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറ്റിഗേഷൻ ബ്ലോക്ക് ടൈപ്പ് എൻട്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ആകുന്നു, വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാതെ പ്രൈസ് ഈ ഒരു ഏരിയ തന്നെ റിജക്റ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് വന്നിട്ട് ക്ലോസ് ഇട്ടുന്ന ഒരു സെറ്റപ്പാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പിന് നമുക്ക് എന്തെങ്കിലും PDRയോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ആയിരിക്കണം നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടേണ്ടത്. എന്നാൽ നമുക്ക് ഈ ഒരു മിറ്റിഗേഷൻ ലെഗിന്റെ ഏരിയ ഈ ഒരു ലെഗിന്റെ ഏരിയ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ എയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ട്രേഡിംഗ് സെറ്റപ്പായിട്ട് രണ്ട് MSS അതേപോലെ തന്നെ എൻട്രി സെറ്റപ്പിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ, ഇത് നമുക്കൊരു MSS ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതൊരു MSS ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് 2 വീക്സ് ഡാറ്റ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു 2 ആഴ്ചത്തെ ക്യാനൽ ഈ ഒരു വീക്കും കൂട്ട ഈ ഒരു വീക്കും കൊടുക്കാം. ഇന്ന് ഓൾമോസ്റ്റ് ഓക്കെ വ്യാഴാഴ്ച സംതിങ് ആയി, അപ്പോൾ നമുക്ക് 2 ആഴ്ചത്തെ കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ജസ്റ്റ് റാൻഡായിട്ട് എടുക്കുന്നതിന് പകരം കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും. എന്തായാലും ഏഷ്യയുടെ ഹൈയും ലോയും ലിക്വിഡിറ്റി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഏഷ്യയുടെ ലോ സീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു MSS കിട്ടലാണെങ്കിൽ എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഹൈ സീപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിന് നമ്മൾ കുറച്ച് കൺഫ്ലുവൻസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ഫ്രെയിമിൽ PDRയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇതും കൂടി നമ്മളൊരു കൺഫ്ലുവൻസ് ആയിട്ട് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ലൊരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ നമ്മൾ എയിം ചെയ്യുന്നതാണ്. ഇതാണ് ട്രേഡിംഗ് പ്ലാൻ ഉള്ളത്. അതേപോലെ എൻട്രീസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് ലണ്ടൻ കിൽ സോണിലായിരിക്കും. ഒരു 2 മുതൽ 5 മണി വരെയുള്ള, അതായത് ന്യൂയോർക്ക് ടൈം ഫ്രെയിമിന്റെ ബേസാണ്. UTC-4 ന്യൂയോർക്ക് ടൈം എന്നുള്ള ബേസിലായിരിക്കും നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് നോക്കുന്നുണ്ടാകുക. ഒരു 3 hours വിൻഡോയിലായിരിക്കും നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പും കാര്യങ്ങളും നോക്കുന്നുണ്ടാകുക. ഡെയിലി നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ട്രേഡ്സോ കാര്യങ്ങളോ ഏഷ്യൻ്റെ ഹൈയോ ലോയോ സീപ്പോർട്ട് ചെയ്തിട്ട് ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ എടുക്കാനുള്ള പ്ലാനാണ് ഉള്ളത്. 2 വീക്കിലെ എന്താ പറയുക ബാക്ക് ടെസ്റ്റും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ക്ലിയർ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള MSS മാർക്കറ്റിൽ ഫോം ആകുന്നത്, ഈ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എൻട്രിക്കും കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നത് 5 minutes ആണ്. 5 minutes ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ പേര് ഏഷ്യൻ സെഷൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ സെഷൻ ഓക്കെ ഏഷ്യൻ സെഷൻ റേഞ്ച് പറഞ്ഞിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. ഇത് ജസ്റ്റ് കറക്റ്റായിട്ടുള്ള ടൈമല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ ന്യൂയോർക്കിൻ്റെ കിൽ സോൺ പറയലാണെന്നുണ്ടെങ്കിൽ ഏഷ്യ ആണെന്നുണ്ടെങ്കിൽ 20 to 00 ടൈമിംഗ് വരെയാണ്. പക്ഷെ ഇത് ക്ലോസ് ആകുന്നത് ഈ ഒരു വിൻഡോ ക്ലോസ് കാണിക്കുന്നത് ഒരു 2 o'clock ടൈമാണ്. അതേപോലെ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 o'clock to ക്ലോസ് ചെയ്യുന്നത് 7 o'clock വരെയാണ്. അതായത് ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ലണ്ടൻ ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഹൈയും ലോയും മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് MSS എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡ് അധികമാണ് ചെയ്തിട്ടുള്ളത്. 10x ആണ് സ്പീഡ് യൂസ് ചെയ്യുന്നത്. മാക്സിമം സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, സ്പീഡ് അധികം ലെങ്ത് ആണെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളതൊരു ഗ്യാപ് ഡൗണിലാണ്. അതിനുശേഷം പ്ലേ ചെയ്തു. ഏഷ്യൻ സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു വെർട്ടിക്കൽ ലൈന് ഡ്രോ ചെയ്യാം. നമ്മൾ ലണ്ടൻ സെഷനിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. 2 o'clock അവിടെ നമുക്കൊരു ലൈനും കാര്യങ്ങളും പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ ലൈൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. ഇനി 1 ഹവറിലേക്ക് പോയിട്ട് ജസ്റ്റ് PDRIs കാര്യങ്ങൾ PDRIs ആയിട്ട് നമുക്ക് FEG ഓർഡർ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഹൈസ് നോക്കാൻ പറ്റുന്നതാണ്, ഈ ഒരു ലോസ് നോക്കാൻ പറ്റുന്നതാണ്. വേറെ PDRIs കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല അല്ലെ. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ലോ ഉണ്ട്, സ്വിംഗ് ലോ ഉണ്ട് അപ്സൈഡിലേക്ക് പോയിട്ടുള്ള. അതേപോലെ ഇതൊരു FEG ആയിട്ട് എടുക്കാനും പറ്റില്ല, ഒരു ഗ്യാപ് ഡൗൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് നോക്കാം. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു MSS കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഏഷ്യന്റെ ലോ. നമ്മൾ നേരത്തെ പ്ലാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്ത് നമുക്കൊരു MSS കിട്ടിയ എൻട്രി നോക്കാം. ഒരു കൺഫ്ലുവൻസ് ആയിട്ട് ഹയർ ടൈം ഫ്രെയിമിലെ PDR കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു MSS കിട്ടിയിട്ടുണ്ട്. MSSന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഞാനിതൊരു MSS ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്താണ് ചെയ്തിട്ടുള്ളത്? പ്രൈസ് സ്ലോലി ഡൗൺ സൈഡിലേക്ക് വന്ന് ഇവിടെ ഒരു സ്വിങ് ക്രിയേറ്റ് ആക്കി ഡൗൺ സൈഡിലേക്ക് വന്ന് ലിക്വിഡിറ്റി എടുത്തു. സഡൻ ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ക്ലോസ് കിട്ടി. അപ്പോൾ സഡൻ ആയിട്ട് അപ്പ് സൈഡിലേക്ക് വന്നിട്ടുള്ള ക്യാൻഡിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് FEGs യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു FEG നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഓർഡർ ഒരു 50% ഏരിയ എത്തുന്ന സമയത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ച് സ്ലോ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഏരിയ പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലോ പ്ലേസ് ചെയ്യാം. TP നമുക്ക് ഈ ഒരു ഹൈ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് നമുക്ക് നോക്കാം. കുറച്ചും കൂടി സ്പീഡ് കൂട്ടാം. അതിന് 3x സ്പീഡിലിടാം. ഓക്കെ, ആ ഒരു ഏരിയ നമുക്കൊരു ബൗൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. നല്ലൊരു MSS ആയിരുന്നു, നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ ട്രേഡും കാര്യങ്ങളും നമുക്ക് നോക്കാം. ബാക്കിയുള്ള ലൈൻസും കാര്യമെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പീഡ് ചെയ്യാം. 10x സ്പീഡിലിടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏഷ്യൻ സെഷൻ റേഞ്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 o'clock നമ്മുടെ ടൈം മാർക്ക് ചെയ്യുന്നുണ്ട്. 2 മുതൽ 5 മണി വരെയാണ് നമ്മുടെ ന്യൂയോർക്കിൽ ടൈം ഫ്രെയിമിൽ വരുന്ന ലണ്ടൻ കിൽ സോൺ വരുന്നത്. ഓക്കെ, 2 മുതൽ 5 വരെ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും ലണ്ടൻ കിൽ സോൺ വരുന്നുണ്ട്. നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, പ്രൈസ് ഒരു സെൻറ്ററിലാണ് ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് 1 ഹവറിലേക്ക് പോയിട്ട് 1 ഹവറിൽ എന്തെങ്കിലും PDRIs കാര്യങ്ങളുണ്ടോ നോക്കാം. ഇല്ല, ഇവിടെ ഒരു ഓൾഡ് ലോ ഉണ്ട്, ഓൾഡ് ഹൈ ഉണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് മൈൻഡിൽ വെക്കാം. ഇനി സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എന്താണ് പ്ലേ നോക്കാം. പ്രൈസ് അഗ്രസീവായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. നമുക്ക് ഏഷ്യൻ സെഷൻ്റെ ഹൈയോ ലോ സ്വീപ്പ് കിട്ടണം. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലും ആയിട്ട് എടുക്കാം. ഇത് MSS ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊരു ലോ വോളിയത്തിലുള്ളൊരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ആണ്. ഇത് നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓൾറെഡി ലണ്ടൻ്റെ ടൈം കഴിഞ്ഞ് നമുക്ക് ട്രേഡോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം വെച്ചാൽ ഒരു ലോ വോളിയത്തോട് വന്നിട്ടുള്ളൊരു ഷിഫ്റ്റാണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി നോക്കിക്കഴിഞ്ഞാൽ എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു MSS ആയിട്ട് നമുക്ക് ഹൈ പ്രോബിലിറ്റി സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നല്ലൊരു ഇമ്പൾസീവായിട്ടുള്ള ക്യാൻഡിലോട് നമുക്കൊരു MSS കിട്ടണം. ഓക്കെ, അതുപോലെ നമ്മുടെ ടൈമും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രാറ്റജീൻ്റെ ടൈമും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം നോക്കാം. ഒരു സബ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് ഒരു പുഷ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കും നോക്കാം. ഓക്കെ, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ലൈൻസും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത് കളയാം. ഏഷ്യൻ സെഷൻ റേഞ്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ടാണ് ഡാറ്റ വരുന്നത്. ഓക്കെ, ഞാനൊരു 2 മണി ടൈമിൽ പോയിട്ട് അവിടെ ഒരു ലൈന്
വെർട്ടിക്കലായിട്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ടൈമിൽ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. 1 hourലേക്ക് പോയിട്ട് നമുക്ക് PDRS എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു ഓൾഡ് ഹൈ ആണുള്ളത്. ഈ ഒരു ഏരിയ നമുക്കൊരു ഓൾഡ് ഹൈ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയാസ് സീപോർട്ട് കിട്ടലാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഏഷ്യ ഓൾറെഡി ഈ ഒരു ലെവലാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഹൈസ് എടുക്കുന്നത്. ഓൾഡ് ലോ ആയിട്ട് ഈ ഒരു ലോയും കൂടി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു ലോയും കൂടി എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു ലോ സീപോർട്ട് കിട്ടിയിട്ട് അപ്പ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് നോക്കാം. അതേപോലെ ഈ ഒരു ഹൈ സീപോർട്ട് കിട്ടിയിട്ട് ഡൗൺ സൈഡിലേക്ക് കിട്ടി നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാം. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ സെഷൻസിൻ്റെ ഇതൊന്നും കൂടി ഒന്ന് ഓപ്പൺ ആകട്ടെ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡ്രോ ചെയ്ത ഏരിയ ഉണ്ടോ, ഒരു ഈക്വൽ ഹൈ ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലേ ഉള്ളതെന്ന്. പ്രൈസ് നല്ലൊരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിലെ ബൈ സൈഡിൽ കുടിച്ചെല്ലാം എടുത്തിട്ടാണ് ഡ്രോപ്പ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് 1 hourന്റെ ബേസിൽ ഈ ഒരു ഏരിയ ആണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഒരു ഏരിയാസിന് വേണമെങ്കിൽ ഷോർട്ട് എൻട്രീസ് പ്ലേസ് ചെയ്ത് നോക്കാം. നമുക്കൊരു ഷോർട്ട് എൻട്രി പ്ലേസ് ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൈസ് നമുക്ക് കുറച്ചും കൂടി സ്ലോ ആക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് സെല്ല് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഹൈ വെക്കാം. ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലോയും കൂടി വെക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. അതേപോലെ തന്നെ റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നിട്ടില്ല. ഞാൻ കുറച്ചുകൂടി സ്പീഡ് ചെയ്യാം, ഒരു 3x സ്പീഡിലേക്ക് ചെയ്യാം. പ്രൈസ് റിവേഴ്സ് ആയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രൈസിൻ്റെ പ്ലേയും കൂടി ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പ്രൈസ് കൺസോളിഡേറ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ ആയിരുന്നു, കുഴപ്പമില്ല. ഈ ഒരു MSS ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയോണ്ട് നമ്മൾ ടാർഗറ്റ് എടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്ന് സീപോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 എന്ന് പറയുന്നത് ന്യൂ ഇയർ ടൈമിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കൊരു സീപോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റായിരുന്നു ഈ ഒരു ഹൈ. നമുക്ക് നോക്കാം, നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ വേർട്ടിക്കലായിട്ട് നമുക്ക് 2 o'clockൻ്റെ അവിടെ ഒരു ലൈന് പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു ഏരിയ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് 1 hourലേക്ക് പോയിട്ട് എങ്ങനെയാണ് ആ ഏരിയയിലുള്ള പ്ലേയും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓൾഡ് ഹൈ ഉണ്ട്. ഓൾഡ് ഹൈ എന്തായിരിക്കും, ബൈ സൈഡിലേക്ക് കുടിക്കുകയാണ്. അതേപോലെ ഏഷ്യൻ്റെ ഹൈ ആണ്. അതേപോലെ ഈ ഒരു ഏരിയ നമുക്ക് ഈക്വൽ ക്യാൻഡിൽസിൻ്റെ ലോസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഇവിടെ ആയിട്ട് നമുക്കൊരു 1 hourൻ്റെ FEG കൂടി കാണുന്നുണ്ട് അല്ലേ. അതിൽ FEG ഞാൻ ഒന്ന് ഡ്രോ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഏഷ്യൻ്റെ ലോയോ ഹൈയോ സീപോർട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഏഷ്യൻ്റെ സെഷൻ റേഞ്ചും കൂടി ഒന്ന് വരട്ടെ. ഓക്കെ, സെഷൻ്റെ റേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ സീപോർട്ട് കിട്ടി. അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അല്ലേ. അത് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. അതേപോലെ തന്നെ MSS ഏതായിട്ട് നമുക്ക് എടുക്കാം. ഇതായിരുന്നു നമ്മുടെ ഡൗൺ ക്ലോസർ ക്യാൻഡിൽ ഉള്ളത്. അതിനുശേഷം ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പ് സൈഡിലേക്ക് നമുക്കൊരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഇത് നമുക്കൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. എൻട്രി നമുക്ക് ഈ ഒരു FEGs നല്ല നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു FEG നല്ല നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, പ്ലേ ചെയ്ത സ്പീഡ് കുറച്ച് കൂടിപ്പോയി. നമുക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് ക്യാൻഡിലെ ലോ നമുക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ ഈ സിംഗ് ലോ പ്ലേസ് ചെയ്യാം. ഞാൻ ഈ തേർഡ് ക്യാൻഡിലെ ലോ ഒന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ഏരിയ നമുക്ക് നോക്കാം. ഒന്ന് ലെഫ്റ്റ് സൈഡും കൂടി നോക്കാം. റാൻഡായിട്ട് പോയിട്ട് എടുക്കണ്ട. ഓക്കെ, ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ സ്വിംഗ് ഹൈസ് എല്ലാം വെക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ TP ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ വളരെ കുറവാണ്. നമുക്കൊരു 1:2 എന്നുള്ള രീതിയിൽ വെക്കാം. ഓക്കെ, ഈ ഒരു ഹൈ നമുക്ക് വെക്കാം. എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ട്രെയിൽ ചെയ്യാം. ഓക്കെ, സ്പീഡ് കുറക്കാം, 1x
ഓക്കെ, പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നു. അതിനുശേഷം നല്ലൊരു പുഷ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് ഓക്കെ, TP ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ എടുത്തിട്ടുണ്ട്, ഫെയർ വാല്യൂ നിന്ന് TP ഒരു ഹൈയിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. വീഡിയോ കുറച്ച് ലെങ്ത് ആകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്പീഡപ്പ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നതാണ്. ഒരു 0.5 ഇട്ടിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്നാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫുള്ള് വാച്ച് ഔട്ട് ചെയ്ത് തീർക്കാം. ഞാൻ സ്പീഡ് ചെയ്യാം, 10x ആക്കാം. ബാക്കിയുള്ള ലൈൻസിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. സെഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ വെർട്ടിക്കൽ ലൈനിൽ പ്ലേസ് ചെയ്യാം. 2 o'clock അവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട്. ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. നല്ലൊരു ടൈറ്റ് കൺസോളേഷൻ ആയി ഈ ഒരു ഏരിയ നടന്നിട്ടുള്ളത്. അപ്പോൾ 1 hourലേക്ക് പോയിട്ട് ഏതെങ്കിലും PDRS ഉണ്ടോ നോക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് PDRS ഒന്നുമില്ല. ഈ ഒരു ഓൾഡ് ഹൈ ആണുള്ളത്, അതേപോലെ ഈ ഒരു ഓൾഡ് ലോ ആണുള്ളത്. അതിലിവിടെ നമുക്ക് PDRS കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒന്ന് നോക്കാൻ പറ്റും ഏഷ്യൻ ലോ സീപോർട്ട്, ഏഷ്യൻ ഹൈ സീപോർട്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ ഇട്ടപ്പോൾ ഒരു 3x ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രൈസ് പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയാൻ രീതിയിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ ലോ സീപോർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ലോ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നോക്കലാണെങ്കിൽ ഇതൊന്ന് സീപോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്കൊരു മൊമെൻറ്റവും കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രൈസും വീണ്ടും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കെല്ലാം വരുത്താണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. നമുക്ക് ഏതാണ് MSS ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? ഒരു സ്വിങ് ക്രിയേറ്റ് ആക്കി ഡൗൺ സൈഡിലേക്ക് പോയി ലിക്വിഡിറ്റി എടുത്തു, അപ്പ് സൈഡിലേക്ക് പോയിട്ട് ക്ലോസ് കിട്ടി. ഇതൊരു MSS ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റർ എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്തു ഇല്ല. ഓക്കെ, പ്രൈസ് ഹൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ MSSന് ശേഷം ഒരു എൻട്രി, അതിന് ശേഷം ടാർഗറ്റ്, അതായിരിക്കും നമ്മളെ പ്ലാൻ ഉണ്ടാകുക. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇതായിരിക്കും നമ്മളെ പ്ലാൻ ഉണ്ടാകുക. പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മളെ ടൈമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 5 o'clock വരെ നോക്കാം. എൻട്രീസും കാര്യങ്ങളും ഇല്ല. നമുക്കൊരു ഡിസ്കൗണ്ടിലേക്ക് കിട്ടിയില്ല എൻട്രി. നമുക്കിനി ടൈം ഫ്രെയിം കുറച്ചും കൂടി സ്പീഡാക്കാം. വാച്ച് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഡേ വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു വീക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. പുതിയ വീക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്താ പ്ലേ നോക്കാം. ഓക്കെ, ഏഷ്യ ഒരു കൺസോളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 o'clockന്റെ ലൈന് ഒന്ന് ഡ്രോ ചെയ്ത് വെക്കാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് 1 hourലേക്ക് പോയിട്ട് PDRS ഉണ്ടാകും നോക്കാം. 1 hourൽ നോ PDRS അല്ലേ. ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ഫില്ലായി കഴിഞ്ഞാൽ ഈ ഒരു ഹൈ നമുക്ക് ബൈ സൈഡിൽ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഏഷ്യൻ്റെ ഹൈൻ്റെ മുകളിലോട്ടേക്ക് വരുത്തൊരു സ്വീപ്പ് കിട്ടലാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. ലോ സീപ്പോർട്ട് കിട്ടിയാലും അപ്പ് സൈഡിലേക്ക് നോക്കാം. പക്ഷെ ഒരു നോക്കാം, നമുക്ക് എന്താണ് പ്ലേ നോക്കാം 5 minutes. ഇപ്പോൾ കറൻ്റിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഏഷ്യൻ്റെ ലോയോ ഒന്നും നമുക്ക് സീപോർട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, നല്ലൊരു MSS കിട്ടി. പട്ടേന്ന് പറഞ്ഞിട്ട് പ്രൈസ് കയറിപ്പോയി. നല്ല സ്പീഡായതുകൊണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഏഷ്യൻ്റെ ലോയോ ഹൈയോ സീപോർട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്കിതൊരു സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റുന്നില്ല നമ്മളെ ഇതിൽ. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊരു MSS ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, അപ്പ് സൈഡിലേക്ക് പോയിട്ട് നല്ലൊരു വോളിയത്തോട് കൂടി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ഏരിയ തന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസിൽ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയോ അല്ലെങ്കിൽ ഈ തേർഡ് ക്യാൻഡിൽ ലോയിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേ നോക്കാം എന്താണ് പ്ലാൻ എന്ന്.
ഓക്കെ, ഏഷ്യൻ സെഷൻ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടൈം 2 o'clock ലണ്ടന്റെ കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലേക്ക് ഒരു ലൈൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ ലൈൻ പ്ലേസ് ചെയ്തു. അതിനുശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ നോക്കാം. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തിയിട്ടുണ്ട്. ഞാനൊരു 1 hourലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും PDRS ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് 1 hourന്റെ ഓർഡർ ബ്ലോക്കിലാണ് ഇപ്പോൾ ഏഷ്യൻ റേഞ്ചിൽ ഉള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയാസിൽ ഞാൻ ഒന്ന് പ്രൈസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ള പ്രൈസ് എന്ന് വെച്ചാൽ ഒരു 2 o'clock ടൈമിലാണ് പ്രൈസ് ഉള്ളത്. ഈ ഒരു ഏരിയാസിലെല്ലാം ലിക്വിഡിറ്റി ഉണ്ടല്ലേ. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ലോ, ഈ ഒരു ക്യാൻഡിൽ ലോ എല്ലാം ലിക്വിഡിറ്റിയാണ്. നമുക്ക് പ്രൈസ് എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ആണെന്ന് നോക്കാം. അപ്പ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ്. അതേപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി കാണുന്നുണ്ട്. ഞാൻ 5 minutesലേക്ക് പോയിട്ട് എന്താണ് നമ്മുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, 2 o'clock ആണ് ടൈം ഉള്ളത് ഓൾമോസ്റ്റ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വെയിറ്റ് ചെയ്യാം എന്താണ് പ്ലേ എന്ന്. ഓക്കെ, നമുക്ക് ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് ഒരു പുഷ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ക്യാനലിന്റെ ഏരിയ നോക്കലാണെന്നുണ്ടെങ്കിൽ ഇതൊരാണ് നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ള ക്യാനൽസ്. അതേപോലെ ഇമ്പൾസീവ് ആയിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു സ്വിങ്ങിന്റെ മുകളിൽ നമുക്ക് ക്യാനൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഇനി നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കാൻ പറ്റുക? ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. പ്രൈസ് അവിടെ വീണ്ടും ഒരു ക്യാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു FEG ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ എടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ക്യാൻഡലിന്റെ ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഏഷ്യന്റെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ വരെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് പ്ലേ എങ്ങനെയാണ് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് MSS കിട്ടി. പ്രൈസ് വീണ്ടും നമ്മൾ ഓർഡർ ബ്ലോക്ക് FEG ടാപ്പ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. കുറച്ച് ഫാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏഷ്യൻ റേഞ്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വെർട്ടിക്കൽ ലൈനെ ഡ്രോ ചെയ്ത് വെക്കാം. 2 o'clock ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തുന്നവരെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 1 hourലേക്ക് പോയിട്ട് എന്തെങ്കിലും PDRS ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയസിൽ നമുക്ക് ലോ കാണുന്നുണ്ട്. അതേപോലെ 1 hour FEG തൊട്ട് താഴെയായിട്ടുണ്ട്. ഏഷ്യന്റെ ലോ തൊട്ട് താഴെയായിട്ട് 1 hour FEG ഉണ്ട്. ഈ ഒരു ഏരിയയിൽ FEG ഉണ്ട്, ഈ ഒരു ഏരിയ FEG ഉണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ഹൈ സീപോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സീപോർട്ട്, ഈ ഒരു ഹൈന്റെ സീപോർട്ടിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 5 minutesലേക്ക് പോയിട്ട് നമുക്ക് എന്താണ് പ്ലേ നമുക്ക് നോക്കാം. സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും പോവാം. നമുക്ക് വാച്ച് ചെയ്യാം എന്താണ് പ്ലേ എന്ന്. ഓക്കെ, ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. എല്ലാ ലൈനിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പ്രൈസ് വളരെ ചോപ്പിയാണ്. അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം വന്നു, ഡൗൺ സൈഡിലേക്ക് പോയി. ഓക്കെ, ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഏഷ്യന്റെ ഹൈയോ ലോ ഒന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് നല്ലൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏഷ്യയുടെ ലോ എടുത്തിട്ടുണ്ട്. അതേപോലെ നല്ലൊരു റിയാക്ഷൻ തന്നിട്ട് അപ്പ് സൈഡിലേക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു ഇത് നമുക്ക് MSS ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഏരിയയിൽ പേഴ്സണലി ട്രേഡ് എടുത്തതാണ്. ഞാൻ എങ്ങനെ ട്രേഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുതരാം. ഈ ഒരു വീക്കിലെ ട്രേഡാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ വന്ന സമയത്ത് ഓൾറെഡി ഒരു എന്താ പറയുക കൺസിക്യൂട്ടീവായ ഡൗൺ ക്ലോസ് ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഒരു ഷിഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് MSS കിട്ടുന്ന സമയത്ത് എൻട്രി ചെയ്യാം. ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്.
കണ്ടോ, ഈ ഒരു എൻട്രി ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു MSS കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് നല്ലൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഇത് നമുക്കൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ. ഇനി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് FEGയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു FEG നമുക്ക് എൻ്റർ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബൈ കൊടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കണത് ഈ ഒരു ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. ഇതായിരിക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുക. ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് ലെവലുള്ള ഒരു ഹൈ നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ബൈ സൈഡിൽ കൂടി യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം പ്ലേ എങ്ങനെയാണ് നോക്കാം. ശേഷം അപ്പ് സൈഡിലേക്ക് പ്രൈസ് പോയി വീണ്ടും FEG ടാപ്പ് ചെയ്ത് ഈ ഒരു ഏരിയ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ വരുന്ന കൺഫർമേഷൻ ബേസിൽ. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ലെവലിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു പേഴ്സണലി എൻ്റെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ MSS യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നുണ്ടാകുക. നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാനലോട് കിട്ടിയിട്ട് MSS കിട്ടണം. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളിലും അടിക്കും. ഇത് പാർട്ട് ഓഫ് ഗെയിമാണ്. എല്ലാ MSSലും ഇതേപോലുള്ള കൺഫേം ആയിട്ടുള്ള ട്രേഡ് നമുക്ക് കിട്ടലാണെന്നുണ്ടെങ്കിൽ 100% വിന്നിങ് റേറ്റ് ആവും. എല്ലാവരും ഈ ഒരു സെറ്റപ്പിൽ തന്നെ ട്രേഡ് എടുക്കാം. ഒരു സ്ട്രാറ്റജിയും 100% ആയിട്ട് വർക്കൗട്ട് ആവില്ല. നമുക്ക് നോക്കാം ഇനി അടുത്ത ദിവസത്തെ എങ്ങനെയാണ് പ്ലേ നോക്കാം. ഞാൻ സ്പീഡ് കൂട്ടാം, 10x യൂസ് ചെയ്യാം. ഓക്കെ, ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് നല്ല രീതിയിൽ ചോപ്പിയാണ്. ഞാൻ 2 o'clock നമ്മുടെ ടൈം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈസ് ഓക്കെ ഡൗൺസിലേക്ക് മൂവ്മെൻറ്റ് കിട്ടി. ഇത് സ്ലോ ആക്കാം കുറച്ചും കൂടി, 1x ഇടാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം? അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏഷ്യൻ്റെ ടൈം വന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു ഹൈ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ്. അതേപോലെ ഈ ഒരു ലോ നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ നമുക്ക് വേറെ PDRSോ കാര്യങ്ങളൊന്നും ഇല്ല. 5 മിനിറ്റ്സിലേക്ക് പോവാം. ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേ ആയി. ഓക്കെ, എങ്ങനെയാണ് പ്രൈസിൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു MSS കിട്ടിയിട്ടുണ്ടല്ലേ. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു സിംഗ്ലോൻ്റെ താഴെ പോയിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പ്രൈസ് ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു MSS ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ, നമ്മൾ ബൈ കൊടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാൻ പറ്റുന്ന എവിടെയാണ്? സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിൻ്റെ ലോ സൈഡിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് നമുക്ക് ഈ ഒരു കുറച്ചും കൂടി ഹൈയിലേക്ക് നമുക്ക് വെക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഹൈയിൽ വെക്കാം. നമുക്ക് ജസ്റ്റ് പ്ലേ എങ്ങനെയാണ് വാച്ച് ഔട്ട് ചെയ്യാം. ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു ഡംപ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് എന്താ പ്ലേ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തെ മാർക്കറ്റാണ്. ഓൾമോസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് വെച്ചാൽ 18 ജൂലൈ ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് MSS എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്, ടാർഗറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെ പ്രോപ്പറായിട്ട് സെറ്റപ്പിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് സെറ്റപ്പിൽ എൻട്രി എടുത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 2 സ്റ്റോപ്പ് ലോസ് സംതിങ് ആയിട്ട് അടിച്ചുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പ്രോഫിറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ MSS ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നല്ലൊരു വോളിയത്തിലുള്ള ക്യാൻഡിൽ കിട്ടണം. നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള വോളിയത്തിലുള്ള ക്യാൻഡിൽ കിട്ടണം. നല്ലൊരു MSS ആയിരിക്കണം. ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ആയിരിക്കണം നമ്മൾ ഈ MSSൽ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ ജസ്റ്റ് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റാൻഡായിട്ട് പോയിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൽ എൻ്റർ ചെയ്യാതെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വിന്നിങ് റേറ്റ് ഉള്ളൊരു സെറ്റപ്പും കൂടിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ MSS യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന MSSൻ്റെ ലെഗ് ആയിട്ടുള്ള
ക്യാൻഡിൽ നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി കിട്ടുക, അതേപോലെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഈ കാര്യങ്ങളെല്ലാം കിട്ടുക നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെയുള്ള ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കോഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.